ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഇഷ് ശരത് ടെക് എഡ്ജിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫോൺസ് ലോഞ്ച് ആവുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ കുറേ പേര് കാത്തിരിക്കുന്ന ഫോൺസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു ഫോണാണ് ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ഫോണുകൾ എന്ന് വെച്ചാൽ ഐക്യുവിൻ്റെ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഫോൺ. ഐക്യുവിൻ്റെ നിയോ 10 Pro എന്ന് പറഞ്ഞ ഫോൺ വരുന്നുണ്ട്. ഐക്യു നിയോ 9 Proയുടെ സക്സസർ ആയിട്ടുള്ള ഒരു ഫോണാണ് ഐക്യു നിയോ 10 Pro. ചൈനയിൽ ഈ മാസം അവസാനത്തോടുകൂടി 28-ാം തീയതി 29-ാം തീയതി ആ ഡേറ്റിനുള്ളിൽ ഇറങ്ങും. ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഐക്യു നിയോ 10 Pro വരുമ്പോൾ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഡുവൽ ക്യാമറ തന്നെയാണ്, റിയൽ ക്യാമറ വരുന്നത്. ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു 32 മെഗാപിക്സലാണ്. അവിടെ നമുക്ക് 4K 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. റിയൽ ക്യാമറയിൽ നമുക്ക് ഒരു ഡുവൽ 50 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. അവിടെ നമുക്ക് 8K റെക്കോർഡിംഗ്, OAS, EAS എല്ലാം വരുന്നുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, മാക്രോയും അതിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 10 സീരീസ് അല്ലെങ്കിലും വരും. ജനുവരി, ഫെബ്രുവരി, മാർച്ചിലത്തേക്കേ വരത്തുള്ളൂ. മാർച്ച്, ഏപ്രിൽ ആ റേഞ്ചിലൊക്കെ വരത്തുള്ളൂ. ചൈനയിൽ എന്തായാലും എല്ലാം നേരത്തെ വരുന്നുണ്ട്. ഈ വർഷം അവസാനത്തോടെ ചൈനയിലെല്ലാം ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ അവിടെ വരുമ്പോൾ ജനുവരിയിലൊക്കെ ആകും. അതിൽ സ്പെക്സ് വന്നു കഴിഞ്ഞാൽ 1.5K റെസൊല്യൂഷൻ്റെ ഒരു LTPO നല്ല എഡ്ജ് കുറഞ്ഞൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 2000 നിക്സോളം 2000-3000 നിക്സ് ബ്രൈറ്റ്നസ് എന്തായാലും കാണും. അത് HDR മാത്രമേ വരത്തുള്ളൂ. HDR കണ്ടന്റുകൾ കാണുമ്പോൾ അല്ലാതെ നല്ല ബ്രൈറ്റ്നസ് തന്നെ കിട്ടും. അത്യാവശ്യം 1000 നിക്സോളം കിട്ടും. ഡിസൈൻ ബേസ് ചെയ്ത് പഴയ ഡിസൈനിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തി സെയിം ഡിസൈൻ തന്നെ, കളറിൽ കുറച്ച് ചേഞ്ചസേ വരുന്നുള്ളൂ. പിന്നെ ഫ്രെയിം പ്ലാസ്റ്റിക് ആയിരിക്കും. USB 2.2 അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അത് ഈ വർഷം 3.0 കൊടുത്താൽ നന്നായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഐക്യുവിൻ്റെ എല്ലാ ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സിൽ പോലും അവർ ഐക്യുവിൻ്റെ 2.0 USB ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഡേറ്റ ട്രാൻസ്ഫറിങ് സ്പീഡ് വളരെ മോശമാണ്. പിന്നെ വയർലെസ് ചാർജ് അങ്ങനത്തെ ഒന്നുമില്ല. 120 വാട്ടിൻ്റെ ഒരു PD ചാർജറാണ് ബോക്സിൽ വരുന്നത്. നല്ലൊരു ചാർജറാണ്. 6000 mAh ബാറ്ററി ഈ വർഷം കാണും. എല്ലാം കൊണ്ടൊരു ഓൾ പാക്കേജ്. പക്ഷേ ഇതിൽ ഏറ്റവും എക്സൈറ്റഡ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഇപ്പോൾ Gen 3 ആയിരിക്കും ഐക്യു നിയോ 10 Proയിൽ വരേണ്ടത്. കാരണം 8 വന്നല്ലോ. പക്ഷേ ഈ വർഷം വെക്കുന്ന അതല്ല. ഡയമണ്ട്സിറ്റിയുടെ 9400 എന്നുള്ള ലേറ്റസ്റ്റ് പ്രോസസ്സർ എന്ന് വെച്ചാൽ നമുക്ക് 8 എന്ന് പറഞ്ഞ പ്രോസസ്സറിൻ്റെ കൂടെ കണ്ടുപിടിച്ച് നിൽക്കുന്ന പ്രോസസ്സർ തന്നെയാണ് ഈ വർഷം ഐക്യു നിയോ 10 Proയിൽ വെക്കുക. അതുകൊണ്ട് പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്. എൻ്റെ റൂമേഴ്സ് അനുസരിച്ച് ഇത് തന്നെയാണ് ഉറപ്പിച്ച്. കാരണം 9400 എന്ന് അവർ ഒഫീഷ്യൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഡിസൈനൊക്കെ വന്നെങ്കിൽ പോലും പ്രോസസ്സർ എന്തായാലും ഇത് തന്നെ ആയിരിക്കും. കാരണം 9400 എന്ന് പറഞ്ഞൊരു നല്ല കരുത്തൊറ്റൊരു പ്രോസസ്സറാണ്. കാരണം വിവോയുടെ X200 എന്ന് പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സിലൊക്കെ യൂസ് ചെയ്ത പ്രോസസ്സേഴ്സാണ്. ക്യാമറയിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ആ ഒരു പ്രോസസ്സർ കൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോസസ്സറായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ ഐക്യുവിൻ്റെ നിയോ 10 Pro എന്ന് പറഞ്ഞ ഫോൺ. സ്പ്രെഡി ഗുഡ് ആണ്. കാരണം സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. എല്ലാം കൊണ്ടും IP റേറ്റിംഗ് ഈ വർഷത്തെ ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IP റേറ്റിങ്ങിൻ്റെ കളിയാണ്. കാരണം IP69 കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യം. IP68, 69 ഇതിലും ഇൻക്ലൂഡഡ് ആവാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഐക്യു 30 മാത്രമേ കാണത്തുള്ളൂ, ഇതിൽ കാണാൻ സാധ്യതയില്ല. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ സ്പെക്സ് പറയാൻ. ഇറങ്ങുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും നല്ലപോലെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുന്ന ഒരു ഫോണുകളാണ് ഐക്യുവിൻ്റെ നിയോ 10 Proയും 13 എന്തായാലും ഡിസംബർ 3 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുവാണ്. പ്രൈസ് എനിക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് 60-64 തന്നെയാണ്. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 40 താഴെയാണ്. 40 എന്തായാലും വരും. കാരണം ഈ വർഷം ഡയമണ്ട് സിറ്റിയുടെ 9400 വെക്കുന്നതുകൊണ്ട് ഒരു 40, എന്നാലും ഡയമണ്ട് സിറ്റിക്ക് വില കുറവായതുകൊണ്ട് മിക്കവാറും 40 താഴെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ കാത്തിരിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.